നല്ല മഴയുള്ള ഒരു ഈവനിങ് ചൂട് ചായക്കൊപ്പം കഴിക്കാനായിട്ട് ഓണിയൻ പക്കോടാസ് ഉണ്ടാക്കിയാലോ. ദിസ് ഈസ് എസ് കെ. വെൽക്കം ടു എസ് കെസ് വ്ളോഗ്സ്. ഓണിയൻ പക്കോടാസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 4 സവോളയാണ് എടുത്തത്. നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്ത സവോളയാണ്. ഇതിലേക്ക് നമുക്ക് നല്ല ഫൈൻലി ചോപ്ഡ് ജിഞ്ചർ ആഡ് ചെയ്യാം. പിന്നെ ഫൈൻലി ചോപ്ഡ് ഗാർലിക് ആഡ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് പച്ചമുളക്, ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തത്. എരിവ് അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ആവശ്യത്തിന് കറി ലീവ്സ്, ആവശ്യത്തിന് ഉപ്പ്, ഒരു ടീസ്പൂൺ ചില്ലി പൗഡർ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സവോളയിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതിലേക്ക് അരിപ്പൊടി ചേർക്കാം. അരിപ്പൊടി ഇല്ലെങ്കിൽ കോൺഫ്ലെക്സ് ചേർത്താലും മതി, കോൺഫ്ലെക്സ് പൗഡർ. അപ്പോൾ ഇതിലേക്ക് ബേസൻ ഫ്ലോർ ചേർക്കാം. കടലമാവാണ്, ഞാൻ 3 സ്പൂണാണ് ചേർത്തത്. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അടുപ്പത്ത് ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്.
ഓയിൽ നന്നായി ചൂടായി വന്നെന്ന് നോക്കാം. ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഓയിൽ ചൂടായതിന് ശേഷം കുറച്ചായിട്ട് നമുക്ക് നമ്മളെ പക്കോടാസ് അതിലേക്ക് ഇടാം. ഇട്ട ഉടനെ സ്പൂൺ വെച്ചിട്ട് ഇളക്കാൻ പാടില്ല.